ഈ 2 കോഴിയും ഈ കുമ്പളങ്ങിയാണ് വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിനെ ക്ലീൻ ചെയ്യാം നമുക്ക്. രണ്ട് കോഴിയും തോലൊക്കെ ഒലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിനെ പീസാക്കി എടുക്കാം. ഒരു 3-3.5 കിലോ ഇറച്ചി മാത്രമേ ഉണ്ട്. ഉണ്ടല്ലേ നാടൻ കോഴി ഇറച്ചി. പീസാക്കിയിട്ട് നമുക്ക് കോഴി കുമ്പളേക്ക് വയ്ക്കാം. ഓക്കെ, വരൂ. നമുക്ക് ഈ മുറിച്ച് വെച്ച കോഴിനെ നല്ല വെള്ളത്തിട്ട് കഴുകിയെടുക്കണം. ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. നാടൻ കോഴി ആയതുകൊണ്ട് ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. നല്ലപോലെ കഴുകിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എണ്ണ വെച്ച് തട്ടി ചൂടാക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെന്തയും ചേർക്കാം. അതുപോലെ കുറച്ച് ജീരകം അതിൽ എണ്ണയിൽ ചേർക്കാം. തക്കാളി അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് ചേർത്താം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി 3 അരച്ചെടുത്ത പേസ്റ്റാണത്. അത് മൊത്തം നമുക്ക് എണ്ണയിൽ ചേർത്താം. മുറിച്ച് വെച്ച കുമ്പളങ്ങ കൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക 3 പൊടിച്ചെടുത്തത് നമുക്ക് ആ മസാല ചേർത്താം. നമുക്ക് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഒരു 8 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. നാടൻ കോഴി അതുകൊണ്ട് കുറച്ച് നിറയെ മല്ലിപ്പൊടി വേണം. അതിൻ്റെ കൂടെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താം. പിന്നെ 2 സ്പൂൺ മുളക് പൊടി. കഴുകി വൃത്തിയാക്കി എടുത്ത നാടൻ കോഴി ഇറച്ചി നമുക്ക് അതിൽ ചേർത്താം. നമുക്ക് നന്നായിട്ട് വേഗണം. അതുകൊണ്ട് ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കുക. കല്ലുപ്പ് ചേർത്താം. കോഴിയിലും കൊമ്പി നന്നായിട്ട് ഉപ്പ് പിടിക്കണം. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് മൂടി തേങ്ങ അരച്ചത് ഇത് മൊത്തം നമുക്ക് അതിൽ ചേർത്താം. നമുക്ക് ഇത് പക്കാവായിട്ട് നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിൽ കറിവേപ്പില ഇട്ട് നമുക്ക് ഇറക്കാം. അത് റെഡിയായി. ഇപ്പോൾ കോഴിയും കുമ്പളങ്ങയും കറി റെഡിയായി. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. സൂപ്പർ മണം. നമുക്ക് കഴിച്ച ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. നാടൻ കോഴിയും കുമ്പളങ്ങയും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.